ഹലോ, ഗുഡ് മോർണിംഗ്. എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് ഒരു കുഞ്ഞ് വ്ളോഗുമായിട്ടാണ്. പ്രത്യേകിച്ചൊന്നും ഇല്ല കേട്ടോ, കൊച്ചു കൊച്ചു കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ വീഡിയോയിൽ. മാവൊക്കെ വാങ്ങിച്ചിട്ട് 4 വർഷമാകുന്നു. പക്ഷേ ദണ്ട 2-3 മാങ്ങയൊക്കെ പിടിച്ചു കേട്ടോ. പക്ഷേ എല്ലാം പൊഴിഞ്ഞു പോയേ. അപ്പം നമ്മൾ ദണ്ട ഇന്ന് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ചപ്പാത്തിയും സോയാബീൻ ഫ്രൈയുമാണ്. ചപ്പാത്തിക്ക് മാവൊക്കെ കുഴച്ച് വെച്ചതാണ്. എന്നിട്ട് ഒട്ടും മയം വന്നില്ല കേട്ടോ. നമ്മൾ പിന്നെ കുഞ്ഞ് പീസായിട്ട് കട്ട് ചെയ്ത് മാറ്റി വെക്കുവാണേ. അപ്പം നല്ലോണം ഉരുള പിടിക്കാൻ എളുപ്പത്തിൽ നമുക്ക് കഴിയുവേ. കുറച്ച് ചപ്പാത്തി പരത്തി വെച്ച് അതിനുശേഷം സോയാബീൻ ഫ്രൈ ഉണ്ടാക്കാൻ ഞാൻ പോയി. നമ്മൾ നേരത്തെ ഇതെല്ലാം കുറച്ച് ചെയ്ത് വെച്ചിരുന്നതാണേ. അതുകൊണ്ട് പിന്നെ മസാലയൊക്കെ ചേർത്ത് പെട്ടെന്ന് തന്നെ നമ്മൾ സോയാബീൻ ഫ്രൈ ഉണ്ടാക്കി. കാശുകൊട്ടിന് സ്കൂളില്ല, തുമ്പിക്കുട്ടിക്ക് മാത്രമേ സ്കൂളുള്ളേ. അതുകൊണ്ട് തുമ്പി പറഞ്ഞു എനിക്കിന്ന് ചപ്പാത്തിയും ഫ്രൈയും മതിയെന്ന്. ഇവിടെ അങ്ങനെ നമ്മൾ ചപ്പാത്തി ഉണ്ടാക്കത്തില്ല കേട്ടോ, കാരണം അമ്മയ്ക്ക് ചവയ്ക്കാൻ പാടാണേ. അതുകൊണ്ട് തുമ്പിക്കുട്ടിക്ക് ഇഷ്ടമുള്ളപ്പോൾ മാത്രം നമ്മൾ ഉണ്ടാക്കി കൊടുക്കുവേ. ചപ്പാത്തി ഉണ്ടാക്കുന്നത് നമ്മൾ നെയ്യൊക്കെ കൂട്ടിയിട്ടാണ്, കാരണം നെയ്യ് അങ്ങനെ അവൾ കഴിക്കത്തില്ല. ചപ്പാത്തിയൊക്കെ ഉണ്ടാക്കുമ്പോൾ മാത്രമേ കഴിക്കത്തുള്ളൂ. അപ്പോൾ ഉള്ളിൽ ചെല്ലാൻ വേണ്ടിയാണ്. എണീച്ച് വരുമ്പോഴേക്കും വിശക്കുന്നേയും പറഞ്ഞാണ് വന്നിരിക്കുന്നത്. അപ്പോഴത്തേക്ക് ഞാൻ അമ്മയൊക്കെ കുളിച്ചിട്ടിരിക്കുവാണ്. അമ്മയ്ക്ക് കഴിക്കാനും മരുന്നൊക്കെ എടുത്ത് വെച്ച് തുമ്പിക്കുട്ടിക്ക് സ്കൂളിലേക്ക് തട്ടത്തിലും എടുത്ത് വെച്ച്. പശുവിനെ അമ്മയുടെ തലയിൽ നോക്കി മോനെ, നല്ലോണം തലയൊക്കെ അടിക്കുന്നെന്ന് തോന്നേ. നോക്കും മോനെ, അങ്ങനെയാണോ നോക്കുന്നേ? നല്ലതുപോലെ തോർത്തുണ്ടായോ തല? അല്ല ഈ പനി വരത്തില്ല, അല്ലാതെ തന്നെ. അമ്മയ്ക്ക് നമ്മൾ ആപ്പിൾ ജ്യൂസ് കൊടുക്കുവേ. ഒരു 11 മണി 11:30 ആകുമ്പോഴേ. കച്ചിട്ട് ആപ്പിൾ വേണോ? ഒരെണ്ണം എടുത്തു പച്ചാമ്മയ്ക്ക് മതിയോ? അമ്മയ്ക്കുള്ള ജ്യൂസാണേ, പാല് ചേർത്താണ് ജ്യൂസ് അടിക്കുന്നത്. അമ്മ നല്ല ഉറക്കമാണേ കേട്ടോ. ജ്യൂസ് ഞാൻ അടുപ്പിലാണേ ചോറൊക്കെ വെക്കുന്നത്. അതിന് ഞാൻ എന്നും തലേന്ന് തന്നെ വിറകൊക്കെ മുറിച്ച് അടുക്കളയിൽ കൊണ്ട് വെക്കുന്നതാണ്. പക്ഷേ ഇന്ന് ഞാൻ അങ്ങ് വിട്ടുപോയി കേട്ടോ. അതിന് ഞാൻ നേരത്തെ വിറകൊക്കെ മുറിച്ച് റെഡിയാക്കി വെക്കുവാണ്. അല്ലെങ്കിൽ രാവിലെ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണേ. ബിസ്ക്കറ്റോ? പശു ബിസ്ക്കറ്റാണോ കഴിക്കുന്നേ? എന്നിട്ട് കഴിച്ചോ? കൊടുത്തേ. പശു ബിസ്ക്കറ്റ് കഴിക്കുന്നു. കാശിക്കുട്ടൻ കഴിക്കുന്നതും എല്ലാം പശുവിനെ നോക്കിക്കൊണ്ടാ കേട്ടോ. അവൻ്റെ ലോകമേ പശു. രാവിലെ എണീക്കുമ്പോൾ തന്നെ അവൻ നോക്കും പശുവിനെ കൊണ്ട് കെട്ടിയോ എന്നേ. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ എൻ്റെ വീഡിയോ കേട്ടോ കൂട്ടുകാരെ. ബൈ.